ആരോ ഒരാൾ ഭാഗം 26. മെർലിൻ അവൻ അവളെ ഉറക്ക വിളിച്ചു. പക്ഷേ അവനെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ ബുള്ളറ്റ് പോർച്ചിൽ നിർത്തിയിട്ട് അവൾ പതിവ് പോലെ പേരയുടെ മുകളിൽ കൂടി തന്നെ വീട്ടിലേക്ക് കടന്നു. അന്ന് ആദ്യമായി അവഗണിക്കപ്പെടുന്നവരുടെ വേദന തിരിച്ചറിയുകയായിരുന്നു അവൻ. താൻ ഇല്ലാതായി പോകുന്നത് പോലെ അവന് തോന്നി. ചെറുപ്പം മുതൽ നിന്റേത് എന്ന് പറഞ്ഞ് എല്ലാവരും കാണിച്ചു തന്ന മെർലിനോട് ഒരിക്കൽ പോലും ഒരടുപ്പവും തോന്നിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവളുടെ അവഗണന അത് തനിക്ക് താങ്ങാനാകുന്നില്ല. ഹൃദയം കീറി മുറിക്കപ്പെടുന്ന വേദന. ആ രാത്രി റോഷന് ഉറങ്ങാനാകുന്നില്ലായിരുന്നില്ല. തൻ്റെ ചോദ്യങ്ങൾക്കൊന്നും മെർലിൻ ഉത്തരം തന്നിട്ടില്ല. തൻ്റെ മെസ്സേജുകൾ നോക്കാൻ പോലും അവൾ മടി കാണിക്കുന്നു. ഇത്രയും വെറുക്കപ്പെടാൻ താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? റോഷൻ മനസ്സാക്ഷിയോട് ചോദിച്ചു. നീ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നല്ല 1000 തെറ്റുകൾ. അവളോട് മാത്രം. അവൾക്ക് നീ പ്രാണനായിരുന്നില്ലേ? പ്രണയത്തിൻ്റെ എത്രയെത്ര സുന്ദരമായ നിമിഷങ്ങളാണ് നീ നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്നത്. അവൾ എത്രമാത്രം നിന്നെ സ്നേഹിച്ചിരുന്നു. അപ്പോഴൊക്കെ നിനക്ക് വലുത് നിന്റെ ഇഷ്ടങ്ങളും നിന്റെ സങ്കല്പങ്ങളുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നീ അവളെ സ്നേഹിക്കുന്നു. നോവിക്കപ്പെട്ട മനസ്സാണ് അവളുടേത്. അതുകൊണ്ട് മാത്രമായിരിക്കും അവൾക്ക് നിന്റെ സ്നേഹം മനസ്സിലാവാത്തത്. അതിനവളെ കുറ്റപ്പെടുത്താനാകുമോ? അവൻ്റെ മനസ്സ് അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ഈ രാത്രി തന്നെ അവളോട് സംസാരിക്കണം. പ്രണയം പങ്കുവയ്ക്കാനുള്ള സമയമല്ല ഇത്. എങ്കിലും ഉറച്ച തീരുമാനത്തോടെ റോഷൻ ഫോൺ എടുത്തുകൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു. ആ ബാൽക്കണിയിൽ നിന്നാൽ അവളുടെ റൂം കാണാം. ഇപ്പോഴും അവിടെ വെളിച്ചമുണ്ട്. ഇത്രയേറെ വൈകിയിട്ടും അവൾ ഉറങ്ങിയിട്ടില്ല. അവൾ എന്തായിരിക്കും ചെയ്യുന്നത്? എന്തായാലും വിളിച്ചു നോക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു. മെർലിൻ, ഞാൻ നിന്നെ വിളിച്ചിരുന്നു. പക്ഷേ നീ ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. സമയം ഒരുപാട് വൈകിയല്ലോ. എന്തുപറ്റി ഉറങ്ങാത്തത്? മറുവശത്ത് ഫോൺ ആൻസർ ചെയ്തു എന്ന് കണ്ടപ്പോൾ തന്നെ അവൻ ചോദിച്ചു. ഏതൊരു കാര്യത്തിനും ഒരു തുടക്കം ആവശ്യമാണല്ലോ. ആണോ? ഞാൻ ശ്രദ്ധിച്ചില്ല. അല്ലെങ്കിൽ തന്നെ എൻ്റെ ഫോണിലേക്ക് കോളുകൾ വരാറില്ലല്ലോ. ആരെയും കാത്തിരിക്കാനുമില്ല. എന്താ പതിവില്ലാതെ? പിന്നെ കുറച്ചധികം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഉറങ്ങിയില്ലെന്ന് മാത്രം. എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? മറുവശത്തു നിന്നും തികച്ചും കാഷ്വലായ മറുപടി വന്നു. എടാ, ഞാൻ അങ്ങോട്ട് വരട്ടെ. എനിക്കെന്തോ നിന്നെ കാണാൻ തോന്നുന്നു. റോഷന് ആ സമയം അങ്ങനെ പറയാനാണ് തോന്നിയത്. ആ നിമിഷം അവളുടെ കുഞ്ഞു കണ്ണുകളിൽ ഉണ്ടാകുന്ന തിളക്കം അവന് ഊഹിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. കുറച്ചധികം നിമിഷങ്ങൾ മറുവശം നിശബ്ദമായി. എടാ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ അങ്ങോട്ട് വരട്ടെ? ചോദ്യം ഒന്നുകൂടി ആവർത്തിച്ചു. റോഷൻ, എനിക്ക് നന്നായി ഉറക്കം വരുന്നുണ്ട്. ഞാൻ ഉറങ്ങാൻ പോവാ. എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നാളെ വീട്ടിൽ വെച്ച് കാണാം. മറ്റൊന്നും പറയാനില്ലെങ്കിൽ ഗുഡ് നൈറ്റ്. അവളുടെ ശബ്ദത്തിൽ വല്ലാത്ത ദൃഢതയുണ്ടായിരുന്നു. അതിനൊപ്പം അവളുടെ മുറിയിലെ വെളിച്ചവും അണഞ്ഞു. അവൻ വല്ലാത്ത നിരാശയോടെ മുറിയിലേക്ക് നടന്നു. ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോഴാണ് മേശപ്പുറത്ത് പുഞ്ചിരിയോടെ തന്നോട് ചേർന്നിരിക്കുന്ന അവളുടെ ഫോട്ടോ ശ്രദ്ധയിൽപ്പെട്ടത്. ആദ്യമായി കാണുന്നത് പോലെ അവനത് കൈകളിലേക്ക് എടുത്തു. അന്നാദ്യമായി അവളുടെ മനോഹരമായ പുഞ്ചിരി തൻ്റെ നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് പോലെ അവന് തോന്നി. പറയാൻ മറന്നുപോയ പ്രണയം, അറിഞ്ഞുകൊണ്ട് നഷ്ടപ്പെടുത്തിയ തൻ്റെ മാത്രം പെണ്ണ്. ഇനി എന്നെങ്കിലും ഒരിക്കൽ നിനക്കെൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കി എന്നിലേക്ക് മടങ്ങി വരാനാകുമോ? നിനക്ക് എന്നെങ്കിലും ഒരിക്കൽ എന്നോട് ക്ഷമിക്കാനാകുമോ? അതുവരെ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും. റോഷൻ അവളുടെ ആ ഫോട്ടോയിൽ ചുംബിച്ചുകൊണ്ട് അത് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. രാത്രിയുടെ ഏതോ യാമത്തിൽ അവനും ഉറക്കത്തിലേക്ക് വഴുതി വീണു. അപ്പോൾ ഞാൻ സംശയിച്ച് ശരിയായിരുന്നു അല്ലേ? എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു നിനക്കും അവൾക്കും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന്. പുലർച്ചെ ആ അലർച്ചയ്ക്കൊപ്പം എന്തോ വീണുടയുന്ന ശബ്ദവും കേട്ടാണ് റോഷൻ ചാടി എഴുന്നേറ്റത്. എന്താ, എന്തു പറ്റി? ചോദ്യത്തിനൊപ്പം റോഷൻ ഒന്നും മനസ്സിലാകാതെ മുന്നിൽ നിന്നവളെ നോക്കി. അഴിഞ്ഞുലഞ്ഞ മുടിയും കത്തുന്ന കണ്ണുകളുമായി ജാസ്മിൻ. എന്തോ വീണുടഞ്ഞ ശബ്ദം കേട്ടല്ലോ എന്നാലോചിച്ചുകൊണ്ട് അവൻ തറയിലേക്ക് നോക്കി. ആ കാഴ്ച കാണാനുള്ള ശക്തി റോഷനുണ്ടായിരുന്നില്ല. മെർലിൻ്റെ ഫോട്ടോ അത് പൊട്ടിത്തകർന്നു കിടക്കുന്നു. ആ ഫോട്ടോയുടെ ചില്ലുകൾ തൻ്റെ നെഞ്ചിലേക്ക് കുത്തിക്കയറുന്നതുപോലെ അവന് തോന്നി. റോഷന്റെ കണ്ണുകളിൽ ഇരുട്ട് ബാധിച്ചു.
സകല നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ട അവൻ ഒരു ഭ്രാന്തനെ പോലെ ചാടി എഴുന്നേറ്റ് ജാസ്മിന് നേരെ കയ്യോങ്ങി. റോഷൻ! പെട്ടെന്ന് അവന് പുറകിൽ ആ വിളി ഉയർന്നു. അവൻ ഞെട്ടലോടെ തിരിഞ്ഞു. മെർലിൻ, ഇവൾ! അവൻ്റെ ശബ്ദമിടറി തൊണ്ടയിൽ ഒരു തേങ്ങൽ നിറഞ്ഞു. തകർന്ന ഹൃദയത്തോടെ അവൻ മെർലിനെ ദയനീയമായി നോക്കി. അതിനെന്താ? ഇത് കേവലം ഒരു ഫോട്ടോ മാത്രമല്ലേ? യാദൃശ്ചികമായി ഇത് താഴെ വീണുടഞ്ഞു. അതിനിത്ര വലിയ സീൻ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. മെർലിൻ വല്ലാത്ത ദേഷ്യത്തോടെ പറഞ്ഞു. അതല്ല, ഇവൾ! റോഷൻ എന്തോ പറയാനായി ശ്രമിച്ചു. എൻ്റെ തകർന്ന ഹൃദയത്തിലും മീതയല്ലോ ഈ ഫോട്ടോയുടെ സ്ഥാനം. മനസ്സു പറയുമ്പോൾ മെർലിൻ സാവധാനം ആ ഫോട്ടോ കുനിഞ്ഞ് കൈകളിലേക്കെടുത്തു. അല്ലെങ്കിലും ഈ ഫോട്ടോ ഇവിടെ ഉണ്ടാകേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും അത് ശ്രദ്ധിച്ചില്ല. അല്ലെങ്കിൽ എപ്പോഴോ ഞാനത് എടുത്തു മാറ്റിയേനെ. മെർലിൻ സാധാരണ പോലെ പറഞ്ഞു. ഇത് തന്നെ ഉടഞ്ഞതല്ല, ഇവൾ നശിപ്പിച്ചു കളഞ്ഞതാണ്. റോഷൻ വല്ലാത്ത ദേഷ്യത്തോടെ ജാസ്മിനെ നോക്കി. അതിന് ഇത്ര ഇമോഷണൽ ആകേണ്ട കാര്യമൊന്നുമില്ല. എന്താണെങ്കിലും ഇത് സംഭവിക്കേണ്ട കാര്യം തന്നെയായിരുന്നു. മുൻപേ ഉടഞ്ഞു പോകേണ്ട ഒരു ഫോട്ടോ, അല്ലെങ്കിൽ ഉടച്ചു കളയേണ്ട ഒരു ഫോട്ടോ. നമ്മുടെ അശ്രദ്ധ കൊണ്ട് അത് നമ്മൾ ചെയ്തില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം മറ്റൊരാൾ ചെയ്തു, അത്രയല്ലേ ഉള്ളൂ. മെർലിൻ്റെ ശബ്ദം വല്ലാതെ താഴ്ന്നിരുന്നു. നീ എന്താ ഇവിടെ? റോഷൻ, അവൻ എൻ്റെ സ്വന്തമാ, എൻ്റെ മാത്രം. നീ ചീത്തയാ. നീ കണ്ടില്ലേ ഞങ്ങൾ വിവാഹം കഴിച്ചത്? എന്നിട്ടും നിനക്കവനെ മറക്കാനാവില്ല എന്നാണോ? അതോ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു തടസ്സമായി വരാനാണോ നീ ആഗ്രഹിക്കുന്നത്? നിന്റെ മനസ്സിൽ എന്തു തന്നെയാണെങ്കിലും അതിന് ഞാൻ അനുവദിക്കില്ല. എൻ്റെ റോഷനെ ഞാൻ നിനക്ക് വിട്ടുതരില്ല. അവനെ എന്നിൽ നിന്നും അടർത്തി മാറ്റാൻ നീ ശ്രമിച്ചാൽ നിന്നെ ഞാൻ ബാക്കി വെക്കില്ല, സത്യം. ജാസ്മിൻ്റെ അലർച്ച ആ വീട് മുഴുവൻ നിറഞ്ഞു. അവൾ പറഞ്ഞ കാര്യങ്ങൾ ഞെട്ടലോടെയാണ് മെർലിനും കേട്ടത്. അവൾ ജാസ്മിനെ സൂക്ഷിച്ചു നോക്കി. ആ കണ്ണുകളിൽ തീവ്രമായ കോപം നിറഞ്ഞു നിൽക്കുന്നു. പാറിപ്പറന്ന മുടി, വിറയ്ക്കുന്ന ശരീരം, എല്ലാത്തിനെയും നശിപ്പിച്ചു കളയാൻ ശേഷിയുള്ള അഗ്നിനാളങ്ങൾ അവളുടെ കണ്ണുകളിൽ ജ്വലിക്കുന്നത് പോലെ. ഇന്നലെ വരെ റോഷനെ സച്ചുവായി കണ്ടവൾ ഇന്ന് റോഷനെയാണ് തൻ്റെ ഭർത്താവെന്ന് പറയുന്നത്. ഇവൾക്ക് ശരിക്കും മനസ്സിൽ വിഭ്രാന്തി തന്നെയാണോ, അതോ മറ്റെന്തെങ്കിലും? അങ്ങനെ ഒരു ചിന്ത മനസ്സിനെ കീഴടക്കിയപ്പോൾ മെർലിനിൽ എന്തെന്നില്ലാത്ത ഭയം നിറഞ്ഞു. മുൻപത്തേതിലും അപകടകരമാണ് കാര്യങ്ങൾ. ജാസ്മിൻ, അവൾ ഒരുപക്ഷെ പഴയ പ്രണയത്തിലേക്ക് തിരിച്ചു പോയതാണോ? അവൾ സംശയത്തോടെ നെറ്റിച്ചുളിച്ചു. നീ എന്താ മെർലിൻ ഇത്രയൊക്കെ കേട്ടിട്ടും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? അവളോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കാനെങ്കിലും നിനക്ക് ശ്രമിച്ചുകൂടെ? റോഷന്റെ ശബ്ദത്തിൽ നിരാശയും കോപവും ഒരുമിച്ച് നിറഞ്ഞിരുന്നു. ഇവിടിപ്പോൾ ഞാനെന്തു പറയാനാ? ആരോ ആരിലൊക്കെയോ അവകാശം പറയുന്നു. അതിനെ എതിർക്കാൻ അത് എൻ്റെ സ്വന്തമല്ലല്ലോ. പിന്നെ ഇവിടെ ജാസ്മിന് മാത്രമേ സ്വബോധമില്ലാതുള്ളൂ. നിനക്കിപ്പോഴും അതുണ്ടല്ലോ. ഇവൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഭ്രാന്തമായ മനസ്സിൻ്റെ നിർമ്മിതികൾ മാത്രമാണെന്ന് തിരിച്ചറിയാൻ നിനക്ക് എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? മെർലിൻ, നീ എന്തൊക്കെയായി പറയുന്നത്? അത്രയ്ക്ക് മന്യനാണോ നിനക്ക് ഞാൻ? റോഷന്റെ ചോദ്യത്തിൽ തീവ്ര ദുഃഖം നിറഞ്ഞിരുന്നു. റോഷൻ, ഇവിടെ നീയാണ് ശ്രദ്ധിക്കേണ്ടത്. ജാസ്മിൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നതൊന്നും ചെയ്യരുത്. ഇത് ദൈവിക നിശ്ചയമാണ്. നടക്കേണ്ടത് നടക്കുക തന്നെ ചെയ്യും. ഒരുപക്ഷെ നിങ്ങൾ തമ്മിൽ ചേരാനായിരിക്കും യോഗം. അല്ലെങ്കിൽ പിന്നെ എൻ്റെ സച്ചുവേട്ടന് ഇങ്ങനെയൊക്കെ സംഭവിക്കേണ്ട കാര്യമില്ലല്ലോ. മെർലിൻ, മൈൻഡ് യുവർ വേർഡ്സ്. പറഞ്ഞതിനൊപ്പം റോഷൻ അവളുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. വല്ലാത്ത ഞെട്ടലോടെ ആ മുഖത്തേക്ക് നോക്കി. പിന്നെ കവിളിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവൾ കരഞ്ഞുകൊണ്ട് പുറത്തേക്കോടി. മോളെ, എന്താ ഉണ്ടായത്? എന്തുപറ്റി? നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? മെർലിനെ തടഞ്ഞുകൊണ്ട് സൂസൻ ചോദിച്ചു. മെർലിന് തൻ്റെ നെഞ്ച് തകരും പോലെ തോന്നി. മറുപടിയൊന്നും പറയാതെ അവൾ ആ അമ്മയുടെ മാറിലേക്ക് ചേർന്ന് കിടന്ന് പൊട്ടിക്കരഞ്ഞു. എന്താ മോളെ, എന്താ ഉണ്ടായത്? നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? അമ്മയെ വിഷമിപ്പിക്കാതെ നീ കാര്യം പറ. മമ്മി, അവിടെ ജാസ്മിൻ. സൂസന്റെ ചോദ്യത്തിനുത്തരമായി അവളുടെ വായിൽ നിന്ന് ആ വാക്കുകൾ മാത്രമേ പുറത്തേക്ക് വന്നുള്ളൂ. നീ വന്നേ, നമുക്ക് നോക്കാം. മെർലിൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് സൂസൻ മകൻ്റെ മുറിയിലേക്ക് നടന്നു. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ചയിൽ മെർലിൻ്റെ മാത്രമല്ല സൂസൻ്റെയും ഹൃദയം തകർന്നു. ആ ദൃശ്യം അവരുടെ ഉള്ളിൽ ഒരു തീക്കനൽ കോരിയിട്ടു. റോഷന്റെ നെഞ്ചോട് ചേർന്ന് ഒരു വള്ളി പോലെ ചുറ്റിപ്പിടിച്ച് അവൾ നിൽക്കുന്നു. ജാസ്മിൻ. റോഷൻ, എന്താ ഇത്? സൂസൻ ഉറക്കെ അലറി.
ആ ശബ്ദത്തിൽ ഞെട്ടലും ദേഷ്യവും നിസ്സഹായതയും ഒരുപോലെ കലർന്നിരുന്നു. മമ്മി, ഞാനല്ല ഇവൾ. റോഷൻ ജാസ്മിനെ തന്നിൽ നിന്നും അടർത്തി മാറ്റാൻ കിണഞ്ഞു ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ അവൾ ഒരു ഭ്രാന്തമായ വാശിയോടെ അവനിലേക്ക് കൂടുതൽ ചേർന്നു നിന്നു. ഒരു പേമാരി പോലെ നിർത്താതെ പെയ്തിറങ്ങുന്ന മെർലിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ റോഷന് തൻ്റെ ഹൃദയം തകരും പോലെ തോന്നി. മെർലിൻ തന്നെ കെട്ടിപ്പിടിച്ച് വിതുമ്പുന്നത് കണ്ട് അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ സൂസൻ പ്രതിസന്ധി ഘട്ടത്തിൽ തളർന്നു നിൽക്കുമ്പോഴാണ് ആ ഭീകരമായ കാഴ്ച കണ്ടുകൊണ്ട് ഡോക്ടർ വർഗീസ് അവിടേക്ക് വന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ അദ്ദേഹം അത്ഭുതത്തോടെ അവളെ നോക്കി. എങ്കിലും മെർലിൻ്റെ നിസ്സഹായമായ നിലവിളി കണ്ടപ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങൾ ഏകദേശം ബോധ്യമായി. എന്താ മോളെ ഈ കാണിക്കുന്നത്? ഇത് സച്ചുവല്ല, റോഷനാണ്. റോഷൻ മെർലിന് മാത്രം അവകാശപ്പെട്ടവനാണ്. ഇവരുടെ ചെറുപ്പം മുതൽ തന്നെ ഞങ്ങൾ ആ കാര്യങ്ങളെല്ലാം നിശ്ചയിച്ചുറപ്പിച്ചതാണ്. സൂസൻ അലിവോടെയും ദേഷ്യത്തോടെയും ജാസ്മിനെ പിന്തിരിപ്പിക്കാനായി പറഞ്ഞു. ഇല്ല, ഞാൻ ആർക്കും ഇവനെ വിട്ടു തരില്ല. ഇവൻ എൻ്റെ സ്വന്തമാ. ജാസ്മിൻ്റെ കണ്ണുകളിൽ ഭ്രാന്തിൻ്റെ തീവ്രത നിറഞ്ഞു. നിങ്ങളെല്ലാം ഇവൾക്ക് വേണ്ടിയാണല്ലോ വന്നേക്കുന്നത്. ഇവൾ കള്ളിയാ. ഇവൾ എൻ്റെ സ്വന്തമായതിനെ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ വന്നതാ. വാ റോഷ, നമുക്ക് പോകാം. ഇനി ഇവിടെ നിന്നാൽ ഇവരെല്ലാം കൂടി നമ്മളെ പിരിക്കും. നമുക്ക് ചുറ്റും ദുഷ്ടക്കൂട്ടങ്ങളാ. അത് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ മേശപ്പുറത്തിരുന്ന പൂപാത്രം എടുത്ത് അവർക്ക് നേരെ എറിഞ്ഞു. ചില്ലുകൾ ചിതറിത്തെറിച്ചു. പിന്നെ ഒരു കൊടുങ്കാറ്റ് പോലെ, ഒരു ഭ്രാന്തിയെ പോലെ തച്ചുടയ്ക്കാവുന്നതെല്ലാം അവൾ തല്ലി തകർക്കാൻ തുടങ്ങി. അവളെ ഒന്ന് പിടിക്ക്. തൽക്കാലം ഇവളെ ആശുപത്രിയിലേക്ക് മാറ്റാം. ഇനി വേറെ നിവൃത്തികളൊന്നുമില്ല. സൈക്കാട്രിസ്റ്റിനെ ഇൻഫോം ചെയ്യാം. ഒരു ഇഞ്ചക്ഷൻ ലോഡ് ചെയ്തുകൊണ്ട് ഡോക്ടർ വർഗീസ് പറഞ്ഞു. അപ്പോഴൊക്കെ ജാസ്മിൻ വളരെയധികം അക്രമാസക്തയായിരുന്നു. അവൾ കുതറി മാറാൻ ശ്രമിച്ചു. റോഷൻ ഉൾപ്പെടെ എല്ലാവരും ചേർന്ന് അവളെ ബലം പ്രയോഗിച്ച് പിടിച്ചുവെച്ച് ഇഞ്ചക്ഷൻ നൽകി. പതുക്കെ ആ അക്രമാസക്തയായ മനസ്സ് ശാന്തമായി തുടങ്ങി. അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ തുടങ്ങി. അപ്പോഴേക്കും ആശുപത്രിയിൽ നിന്ന് ആംബുലൻസ് എത്തിയിരുന്നു. ജാസ്മിനോടൊപ്പം ഡോക്ടർ വർഗീസും സൂസനും മാത്രമാണ് പോയത്. ഒടുവിൽ ആ തകർന്നുപോയ വീട്ടിൽ തകർന്ന മനസ്സുമായി റോഷനും മെർലിനും മാത്രം. എന്തൊക്കെയാണ് ഈ കാണുന്നത്? ഇത്രയൊക്കെ സഹിക്കാൻ നമ്മൾ എന്ത് പാപമാ ചെയ്തത്? റോഷൻ പെട്ടെന്ന് മെർലിനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. അവൻ്റെ വിതുമ്പൽ ആ മുറിയാകെ മുഴങ്ങി. റോഷനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിക്കണമെന്ന് മെർലിന് അതിയായ ആഗ്രഹം തോന്നി. പക്ഷേ അതുവരെ സഹിച്ച അവഗണനകളുടെയും ഒറ്റപ്പെടലുകളുടെയും ആഴം അത്രമേൽ ഭീകരമായതുകൊണ്ട് അവൾക്ക് അവനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും ധൈര്യം വന്നില്ല. ഇനിയും ഒരു നഷ്ടം, അത് താങ്ങാനുള്ള ശേഷി ഈ പാവ മനസ്സിന് ഇല്ല, അവൾ സ്വയം പറഞ്ഞു. റോഷൻ, നീ എന്താ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ? ജാസ്മിന് മാനസിക പ്രശ്നങ്ങളുണ്ട്. സച്ചുവേട്ടൻ്റെ വേർപാട് താങ്ങാനുള്ള ശേഷി ആ കുട്ടിക്ക് ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു. ഇനി എന്തായാലും അതേപ്പറ്റി ആലോചിച്ച് സമയം കളഞ്ഞിട്ട് കാര്യമില്ല. നീ കുറേയൊക്കെ ക്ഷമിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. കുറച്ചു നേരം നിശബ്ദയായിരുന്നിട്ട് മെർലിൻ ശാസനയുടെ സ്വരത്തിൽ പറഞ്ഞു. എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ്? എനിക്ക് മനസ്സിലായില്ല. റോഷൻ ആദ്യമായി കാണുന്നത് പോലെ മെർലിനെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ ആശങ്കയും അവിശ്വാസവും ഒരുപോലെ നിഴലിച്ചു. ഒരുപക്ഷെ ഇപ്പോൾ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലെന്ന് വരും. പക്ഷേ ഒന്ന് പറയാം, ജാസ്മിൻ്റെ അസുഖം മാറാനായി എന്ത് അഡ്ജസ്റ്റ്മെൻറ്റും നീ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ തന്നെ ജാസ്മിൻ നിനക്ക് അന്യൊന്നുമല്ലല്ലോ. മെർലിൻ്റെ വാക്കുകൾ സമ്മാനിച്ച വേദന താങ്ങാനാകാതെ റോഷൻ കസേരയിലേക്ക് ചാഞ്ഞു. അവൻ്റെ മുഖം വല്ലാതെ മ്ലാനമായി. ഡാ എനിക്ക് റോഷൻ എന്തോ പറയാനായി തുടങ്ങിയപ്പോഴാണ് അവൻ്റെ ഫോൺ ബെല്ലടിച്ചത്. അവൻ പെട്ടെന്ന് ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു. സംസാരത്തിൻ്റെ ഇടയ്ക്ക് അവൻ്റെ ശബ്ദം മൂർച്ചയേറുന്നതും മുഖത്ത് കാഠിന്യം കൂടുന്നതും അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എവിടെയോ എന്തോ കുഴപ്പമുണ്ട്, മെർലിൻ്റെ മനസ്സ് മന്ത്രിച്ചു. തനിക്ക് ചുറ്റും അതിഭീകരമായ ഇരുട്ട് പരക്കുന്നത് അവൾ അറിഞ്ഞു. ആരോ ഒരാൾ തുടരും. കൂട്ടുകാരെ, നമ്മുടെ കഥ ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മടി കാണിക്കില്ലേ. അടുത്ത ഭാഗവുമായി നാളെ കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.